ഹലോ. ബിഗ് ബോസ് വീട്ടിലെ സീക്രട്ട് ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആര്യനൊരു മൊബൈൽ കൊടുത്തിരുന്നു. ആ മൊബൈലിലേക്ക് ബിഗ് ബോസ് വിളിച്ച സമയത്ത് ആര്യൻ നേരെ സ്മോക്കിംഗ് റൂമിലേക്ക് ഓടിക്കയറുന്നു. ആരും കാണാതെ അതിൻ്റെ അകത്ത് നിന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ്. ബിഗ് ബോസ് സീക്രട്ട് ടാസ്കിൻ്റെ 4ാം ഘട്ടവും അതുപോലെ ഏറ്റവും അവസാനത്തെയും ടാസ്ക് ഫോണിലൂടെ ആര്യന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ജീവനുള്ള ഒരു പ്രോപ്പർട്ടി ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം ഫുഡും ഉണ്ട്. അപ്പോൾ ഫുഡ് നിങ്ങൾ കഴിച്ചു തീർക്കണം. അതുകൂടാതെ മറ്റൊരറിയിപ്പ് ലഭിക്കുന്നത് വരെ ആ ജീവനുള്ള പ്രോപ്പർട്ടി നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരു പ്രൊമോ വന്നിരുന്നു. ആ മനുഷ്യനെ അവരെങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇതുവരെയുള്ള ടാസ്ക് ആര്യൻ ഉൾപ്പെടെയുള്ളവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അത് ഭക്ഷണം കഴിച്ചു തീർത്താൽ മാത്രം മതിയായിരുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷേ ഒരു മനുഷ്യനെ ആ വീട്ടിൽ, അതും 10-15 പേരുള്ള ആ ഒരു വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതെന്തായാലും അവർ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അനുമോള് ഈ ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട്. ജീവനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനി വൈൽഡ് കാർഡ് ആകാൻ സാധ്യതയില്ല. 10-60 ദിവസമായല്ലോ. എന്തെങ്കിലും ഇനി ഒരു ഗസ്റ്റ് ആണോ എന്നറിയത്തില്ല. തമിഴൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു തമിഴ് അണ്ണനാണെന്ന് തോന്നുന്നു. ചെന്നൈയിലാണല്ലോ ഈ ബിഗ് ബോസിൻ്റെ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അവിടുന്ന് ആരെങ്കിലും വിളിച്ച് കയറ്റിയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ലൈവിൽ ഇത് സംഭവിക്കുന്നതേ ഉള്ളൂ. ലൈവിൽ ഇത് നടക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അത് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക.